പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വീണ്ടും ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായി പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു. എബ്രായലേഖനം 11:1 നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 10 അവസാനം 12 ആദ്യവും ഇതിനോട് ചേർന്ന് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. 10:39 നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ നാം ആകുന്നു. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടവും നാശത്തിലേക്ക് പിന്മാറുന്ന മറ്റൊരു കൂട്ടവും. വീണ്ടും അത് നാം ലേഖനങ്ങളിലെ എഴുത്തുകളിൽ കാണുമ്പോൾ 1 രക്ഷിക്കപ്പെട്ടവരും 2 നശിച്ചു പോകുന്നവരും. ഇവിടെയും അതുപോലെ തന്നെ വീണ്ടും ലേഖനകർത്താവ് വെളിപ്പെടുത്തുന്നു, ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടർ, നാശത്തിലേക്ക് പോകുന്ന മറ്റൊരു കൂട്ടർ. ഇനി എബ്രായലേഖനം 12 1 വാക്യത്തിൽ, ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു, അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തുകളാണെന്ന് വിശ്വസിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ താൻ പറയുന്നത്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ ഈ സാക്ഷ്യം തികയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഓട്ടം തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഗലാത്യ ലേഖനത്തിൽ, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ, ഒരുവനെ ബിരുദം പ്രാപിക്കുന്നു ഉള്ളൂ എന്നറിഞ്ഞ് പ്രാപിക്കാൻ തക്കവണ്ണം ഓടുന്ന പൗലോസ്. ഫിലിപ്പിയ ലേഖനത്തിലും പൗലോസ് ഓട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഓടുന്നതേ ഉള്ളൂ, പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല, ഞാൻ ഓടുന്നത് ആ ലക്ഷ്യം പ്രാപിക്കുവാൻ വേണ്ടിയാണ്, ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുന്നു. ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നു. അവിടെ 14 വാക്യം, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിധി വിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ഫിലിപ്പിയ ലേഖനം 2 അധ്യായത്തിൽ 16 വാക്യം, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. തന്റെ സമാപന ലേഖനമായ തിമോഥെയോസ് ലേഖനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ ഓട്ടമോടി തികച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ ഓട്ടത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന ഒരു നേർചിത്രമാണ്. ഇവിടെ എബ്രായലേഖനം 12 അധ്യായത്തിൽ ഭാരം വിട്ട്, പാപത്തെക്കാളും പാപത്തിന്റെ ശക്തിയെക്കാളും ഭാരം, ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ചുവടുകൾ, അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഭാരം വിട്ടൊഴിഞ്ഞവരായി നാം ഓടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാൻ പൗലോസ് പ്രേരിപ്പിക്കും. അതുകൊണ്ട് 10 അധ്യായത്തിന് അവസാനവും 12 അധ്യായത്തിന് ആരംഭവും നാം പഠിക്കുമ്പോൾ 11 അധ്യായം വിശ്വാസി വീരന്മാരുടെ ഒരു വലിയ ചിത്രം, അവരുടെ ജീവചരിത്ര രേഖ, അല്ലെങ്കിൽ മറ്റു വാക്കിലുള്ള അവരുടെ ആത്മകഥ, വിശ്വാസി വീരന്മാരുടെ പോരാട്ടങ്ങൾ, ജയാളികളായി ദൈവം നിർത്തിയിരിക്കുന്ന ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവ രക്തസാക്ഷികൾ. ഇവിടെയാണ് ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം മറ്റുള്ളതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എബ്രായലേഖനം 11 അധ്യായത്തിൽ വിശ്വാസി വീരന്മാരെ 2 തിരിച്ചിരിക്കുന്നു. 1 വിശ്വാസത്തിന് വേണ്ടി സഹിച്ചവർ, 2 വിശ്വാസം കൊണ്ട് സാധിച്ചവർ. പ്രിയമുള്ളവരെ, ഹാബേൽ മുതൽ സെക്രിയാവ് വരെ വലിയൊരു നീണ്ട ലിസ്റ്റ് അവിടെ കാണുവാൻ കഴിയും. ഈ പട്ടികയിൽ വിശ്വാസം കൊണ്ട് നേടിയവർ, സാധിച്ചവർ, ജയിച്ചവർ ഒരു കൂട്ടരും, വിശ്വാസത്തിന് വേണ്ടി സഹിച്ചവർ, സഹനങ്ങളിൽ കൂടി കടന്നുപോയവർ, പരീക്ഷകളിൽ പിടിച്ചു നിന്നവർ, പിന്മാറാതെ അവസാന ശ്വാസം വരെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചവർ. ഇനി 2 കൂട്ടം ആൾക്കാരെ വീണ്ടും തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നാം വലിയ പുകഴ്ചകൾ പറയുമ്പോൾ വിശ്വാസത്തിന്റെ വലിയ പോർ പൊരുതിയ, അല്ലെങ്കിൽ സിംഹങ്ങളുടെ വായ അടച്ച, രാജ്യങ്ങളെ പിടിച്ചെടുത്ത, യുദ്ധം നടത്തി ജയിച്ച, വാഗ്ദത്തം പ്രാപിച്ച, തീയുടെ ബലത്തെ കെടുത്തിയ, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ച, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച, കാരാഗ്രഹ വാതിലുകൾ തുറന്ന് പുറത്തു വന്ന, ബലഹീനതയിൽ ശക്തി പ്രാപിച്ച, യുദ്ധത്തിൽ വീരന്മാരായി തീർന്ന ഒരു വലിയ കൂട്ടം, അവരെ ബൈബിൾ വെളിപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഒട്ടും മാറ്റു കുറയാതെ, മഹിമ കുറയാതെ, കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട്, ഒരേറ്റക്കുറച്ചിലുമില്ലാതെ വിശ്വാസത്തിന് വേണ്ടി സഹിച്ച അടുത്തൊരു നേര, അവർക്ക് ഭൂമിയിൽ വലിയ പ്രതിഫലങ്ങളോ അവാർഡുകളോ റിവാർഡുകളോ പ്രശംസകളോ പൊന്നാടകളോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവർക്ക് പ്രശസ്തികളോ പേരുകളോ ഒന്നും ഉണ്ടായില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റു ചിലർ അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഈ വേറെ ചിലർക്ക് പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, പരീക്ഷകൾ, കല്ലേറ്, ഈർച്ചവാൾ, അപ്രകാരമുള്ള പരീക്ഷഘട്ടങ്ങൾ കൂടി അവർ കടന്നുപോയി. വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നും വലഞ്ഞും നടന്നു. ആരാണ് ഈ മറ്റു ചിലർ? അവർ പേരുകളൊന്നും ഈ പട്ടികയിലില്ല. എന്റെ ചിന്ത, ഭൂമിയിൽ അവർക്ക് വലിയ പേരുകൾ, അതിന്റെ പെരുമ, ബഹുമതികൾ, അവരെ കുറിച്ച് പറയാനുള്ള ആശംസകൾ, കീർത്തികൾ, പുകഴ്ചകൾ, യോഗ്യതകൾ ഒന്നും പറയുവാൻ ആർക്കും കാണുകയില്ല. പക്ഷേ നിത്യതയുടെ വെളിച്ചത്തിൽ പ്രിയരെ അവരെ സ്വർഗത്തിന് വെളിപ്പെടുത്തിയേ പറ്റും. അവർ ഭൂമിയിൽ പ്രശസ്തരല്ലായിരുന്നു, പക്ഷെ അവർ തേജസ്സിൽ വലിയ മഹത്വമുള്ളവരാണ്. 1000 മടങ്ങ് തേജസ്സോടെ അവർ നിത്യതയിൽ പ്രകാശിക്കുന്നവരാണ്.
ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും അവർ ഉദിച്ച് ശോഭിക്കുന്നവരാണ്. അവർക്ക് ഈ ഭൂമിയിൽ ഒന്നിനും പ്രതിഫലം ലഭിച്ചില്ല, പക്ഷേ അവർക്ക് നിത്യതയിൽ ഉത്തമമായ സമ്പത്തും മഹാപ്രതിഫലമുണ്ട്. അവർ ചെയ്ത പ്രവൃത്തി അന്ന് വെളിപ്പെട്ടു വരും. ഇന്നത് ലോകത്തിന് മറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവരുടെ വിശ്വാസത്തെ കുറിച്ച് നാളുകളിൽ പ്രശംസിക്കും. അവരെ കുറിച്ചാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നു അവർക്ക് ലോകം യോഗ്യമായിരുന്നില്ല. അവർ ഈ ലോകക്കാർ അല്ലായിരുന്നു. അവർ ലോകത്തോട് ശത്രുത്വം പ്രഖ്യാപിച്ചവരാണ്. ഈ ലോകത്തിൽ അവർക്ക് അംഗീകാരങ്ങൾ ഉണ്ടായിരുന്നില്ല. ദൈവത്തിരുമാനം പറയുന്നു അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷി ലഭിച്ചു, എങ്കിലും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ ആത്മാവിൽ ആ സ്വർഗീയമായതിനെ കണ്ടു, നിത്യതയെ കണ്ടു, വെളിപ്പെടാനുള്ള തേജസ്സിനെ കണ്ടു. അത് കണ്ടതുകൊണ്ട് ഈ കാണുന്ന മണ്ഡലത്തില് എന്തും ഉപേക്ഷിക്കുവാൻ, വിട്ടുകളയുവാൻ, ത്യജിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു. നിങ്ങൾ എന്താണ് കണ്ടത് എന്നാണ് വിഷയം. നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടിരിക്കും? നിങ്ങൾ കാണുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് വളരുവാൻ കഴിയില്ല. നിങ്ങളുടെ വിളിയുടെ അപ്പുറത്ത് നിങ്ങൾക്കൊരു ശുശ്രൂഷയില്ല. പ്രിയമുള്ളവരെ, ശുശ്രൂഷ എന്ന് പറയുന്നത് അതൊരു ഭാരമാണ്, വേദനയാണ്, വിശുദ്ധ വിളിയുമായി ബന്ധപ്പെട്ടതാണ്. അതൊരു പാഷനാണ്, ആത്മാവിന്റെ ഭാരമാണ്, നുറുക്കമാണ്. ഈ നുറുക്കുന്നത് നിങ്ങളെ എല്ലായിടത്തും നിറയ്ക്കുവാനാണ്. ഇന്ന് നിങ്ങളുടെ മേൽ ഈ ആത്മാവിന്റെ ദൂത് പകരുന്നത് നാളെ നിങ്ങളൊരു പകർച്ചയായി മാറാൻ വേണ്ടിയാണ്. പരിശുദ്ധമായി ഇന്ന് നിങ്ങളെ ഉണർത്തുന്നത് നിങ്ങൾ നാളുകളിൽ ഒരു ഉണർവിന്റെ ഉപകരണമായി തീരാൻ വേണ്ടിയാണ്. ആത്മാവിൽ ഇന്നൊരു തീ നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കുന്നത് നാളെ പരിശുദ്ധാത്മാവിന്റെ തീനാളങ്ങളായി ദൈവത്താൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടാനാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ വീരന്മാരായി തീരുവാൻ, കഷ്ടത സഹിക്കുന്നവരെ വെറുക്കാതെ, തള്ളിക്കളയാതെ, തിരസ്കരിക്കാതെ അവരെയും ചേർത്ത് പിടിക്കുവാൻ, ഉപദ്രവങ്ങളും പട്ടിണികളും ഇല്ലായ്മകളും പോരായ്മകളും അനുഭവിക്കുന്ന ഒരു തലമുറ നമ്മുടെ നടുവിലുണ്ട്. അവരെ വിട്ടുകളയാതെ, അവർ സഹിക്കുന്നതിനെ നിന്ദിക്കാതെ, അവരുടെ പോരായ്മകളും ഇല്ലായ്മകളും വേദനകളും ശാപമെന്ന് പറയാതെ, വിശ്വാസത്തിൽ അങ്ങനെയുള്ള ചില ജീവിത അനുഭവങ്ങളുടെ ഒറ്റയടി പാതകളിൽ കൂടി ആരെങ്കിലും പോയാൽ അവരെ അവഗണിക്കാതെ, നിന്ദിക്കാതെ, എബ്രായ ലേഖനം 11-ാം അധ്യായം ഒന്നുകൂടെ പഠിക്കുമ്പോൾ വിശ്വാസം കൊണ്ട് സാധിച്ചവരും സഹിച്ചവരും ദൈവഭാഗ്യം ഒരുപോലെ നിൽക്കും. മനുഷ്യ മുമ്പിൽ ചില പരാജയങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തോൽവിയാണെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അവർ തോൽക്കുന്നില്ല. ഇല്ല, ഈ വിശ്വാസം തോറ്റവന്റെ ചരിത്രമല്ല, ഈ ജയാളിയുടെ കാഹളധ്വനികളാണ്. ഇവിടെ ഈ ഭൂമിയിൽ അതിന്റെ ആർപ്പ് അല്ലെങ്കിൽ ആർപ്പിന്റെ ധ്വനി ഉച്ചൈസ്തരം ഘോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും സ്വർഗത്തിൽ വിശ്വാസത്തിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കും. വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നവരും സഹിച്ചവരും കഷ്ടതയിൽ കൂടി കടന്നുപോയവരും തീവ്രമായ ജീവിതാനുഭവങ്ങളിൽ കർത്താവിനെ തള്ളിക്കളയാതെ വിശ്വാസത്തിന് വേണ്ടി സ്ഥിരതയോടെ നിന്നവർ അവർ കാലവും ദൈവവുമാകെ പ്രശംസിക്കപ്പെടും. അതുകൊണ്ട് എബ്രായ ലേഖനം 10-ന്റെ അവസാന ഭാഗവും 11-ാം അധ്യായവും 12-ന്റെ ആദ്യ ഭാഗവും നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയാണ്. ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടവും നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടവും. 11-ാം അധ്യായം സഹിച്ചവരും വിശ്വാസത്തോടെ സാധിച്ചവരും. 12-ാം അധ്യായം ഓട്ടമോടി തികച്ചവർ. രണ്ടാമത്തെ കൂട്ടർ ഈ ഭാരവും വെച്ചുകൊണ്ട്, അത് ആകുല ചിന്തയാകാം, വിചാരങ്ങളാകാം, മനോഭാരങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപജീവന മാർഗത്തിന്റെ ഭാവിയുടെ ഭാണ്ഡക്കെട്ടുകളാകാം. ഇതൊന്നും വെച്ചുകൊണ്ട് ഒരിക്കലും വിശ്വാസത്തിന് ഓട്ടമോടി തീർക്കുവാൻ കഴിയാതെ പരാജയപ്പെടുന്നവരുടെ നിലയിലല്ല നാം സാക്ഷികളുടെ സമൂഹത്തിൽ നിൽക്കുകയാണ്. വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ മാത്രം നോക്കി ഓടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.